എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആനയുടെ ഒരു ക്യാമ്പ് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ മൈസൂർ പാലസ് എല്ലാം കണ്ടുവരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാമ്പിലോട്ട് പോയി. അത് കർണാടകയിലെ കുടക് ജില്ലയിലാണ് ഈ ദുബാരെ എന്ന് പറയുന്ന ഒരു എലിഫൻറ്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാവേരി നദിയോട് ചേർന്നാണ് ഈ ഒരു ക്യാമ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. നമ്മൾ 4:30 ആയപ്പോഴത്തേനുമാണ് അവിടെ എത്തിയത്. 5:30 ആയപ്പോഴത്തേനും ഗേറ്റ് ക്ലോസ് ആവും. നമ്മളിവിടെ വരുമ്പോൾ വിചാരിച്ചത് ഈ ഒരു റോഡിനോട് ചേർന്ന് ഇങ്ങനെ ആനകളെ കുറേ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഈ കാവേരി നദി കുറുകെ കടന്ന് അങ്ങെത്തണം. അവിടെയാണ് ക്യാമ്പുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. കുറേ പേര് ഓൾറെഡി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. കുറേ പേര് പുഴ കടന്നങ്ങ് പോകുന്നുണ്ട്, ഇങ്ങനെ ലൈനായിട്ട് പോകുന്നുണ്ട്. അപ്പം വെള്ളത്തിൽ പാറയ്ക്കൊക്കെ നല്ല തെന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ ഈസി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി കുറേ മണൽ ചാക്കുകൾ നിരത്തിയേക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പുഴ ക്രോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെരുപ്പുകളെല്ലാം ഒരു സ്ഥലത്ത് ഊരി വെച്ചു. സത്യത്തിൽ നമ്മൾ ചെരുപ്പ് കയ്യിലെടുക്കണമായിരുന്നു, കാരണം അവിടെ ക്യാമ്പിലോട്ട് കയറുമ്പം ചെരുപ്പില്ലാതെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെല്ലാവരും അവിടെ ചെരുപ്പ് ഊരി വെച്ചേക്കുന്നത് കണ്ട് ഞങ്ങളും ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ചു. അങ്ങനെ നമ്മൾ പുഴ കടന്ന് കാവേരി നദി കുറുകെ കടന്ന് പോവുകയാണ്. അപ്പം നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം. നമ്മുടെ വീഡിയോയിൽ നമുക്ക് ട്രക്കിങ്ങും റാഫ്റ്റിങ്ങും മത്സ്യബന്ധനവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ആനകളുടെ ക്യാമ്പ് സന്ദർശിക്കാൻ മാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇങ്ങനത്തെ കുറേ വിനോദങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ പാസ്സെല്ലാം എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് നടക്കുകയാണ്. കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് കാണാൻ തക്ക സംഭവങ്ങളൊന്നുമില്ല. ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഉള്ളിലോട്ട് പോകാം. നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആനേനെ കാണാൻ സാധിക്കും. അത് കണ്ടതോടെ എൻ്റെ പകുതി ജീവൻ പോയി. ആനയുടെ മുന്നിലായിട്ട് 1-2 പേരിരുന്നിട്ട് ഈ വൈക്കോൽ ഇങ്ങനെ ചുരുട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അടുത്തോട്ട് ചെന്നപ്പം ആനയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് നമുക്കും കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. 50 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതുപോലെ ഒരു വൈക്കോൽ ചുരുട്ടി അതിൻ്റെ അകത്തോട്ട് നെല്ല് ഇട്ട് നമുക്ക് തരും.
അതിന് ഒരെണ്ണത്തിന് 50 രൂപയാണ്. അത് നമ്മുടെ കയ്യിൽ തരും. നമ്മളത് നീട്ടുമ്പോഴത്തേന് ആന തുമ്പിക്കൈ നീട്ടി അത് മേടിക്കുന്ന സമയത്ത് നമുക്ക് ആനേനെ തൊടാം. അല്ലാതെ നമുക്ക് ആനേനെ തൊടാനുള്ള സൗകര്യമില്ല, കാരണം നമുക്ക് എത്തത്തുമില്ല, ഒത്തിരി ഗ്യാപ്പിലാണ് ആന നിൽക്കുന്നത്. അങ്ങനെ അവിടുന്ന് കുറേ പേര് മേടിച്ച് ആനയ്ക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ പേടിയായതുകൊണ്ട് ആ ഭാഗത്തോട്ട് അടുത്തില്ല, ദൂരെ നിന്ന് ഞാൻ വീഡിയോ എടുത്തു. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വലിയൊരു കൊമ്പൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള കാരണം ഒത്തിരി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആനകൾക്കാണെങ്കിലും അവർക്ക് ഓടി നടക്കാനും അവരുടേതായ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആന നമ്മളെ ഇടയ്ക്ക് പാപ്പാൻ എന്തൊക്കെയോ പറയുമ്പോൾ തുമ്പിക്കയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. നല്ലൊരു പാവ ആനയായിരുന്നു തോന്നുന്നു, കാരണം നമ്മുടെ അടുത്ത് നല്ല എല്ലാവരും ഇങ്ങനെ തൊടാനൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാവും ആ കൊമ്പൊക്കെ കാണുമ്പോൾ. അങ്ങനെ ആന ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയി. ഏകദേശം സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ആനകളെയായിട്ട് അവരെ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം പോകുന്ന വഴിക്ക് തന്നെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടാണ് അവരെ അവരുടേതായ സ്ഥലത്തോട്ട് വിടുന്നത്. ഏകദേശം സമയം ഒരു 5:30 ആകുമ്പോഴത്തേനും അത് മൊത്തത്തിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെ ഓരോ ആനേനെയായിട്ട് കൂട്ടി നിറക്കുന്നുണ്ട്. അങ്ങനെ ആനേനെ കൊണ്ടുവരുന്ന വഴിക്ക് കുറേ പേര് ഫോട്ടോ എടുക്കുന്നു. തൊട്ടടുത്ത് നിന്നിട്ടാണ്. എപ്പോഴാണ് അതിൻ്റെ മൈൻഡൊന്ന് മാറുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾക്കും പേടിയില്ലാതെ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പിന്നെ തൊടാൻ നോക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര, ഞാൻ ഒത്തിരി മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഒറ്റക്കമ്പം വന്നപ്പം അതിൻ്റെ പാപ്പാനോട് ചോദിച്ചു. പാപ്പാൻ പറഞ്ഞു ഒന്ന് തൊട്ടോളാനൊക്കെ പറഞ്ഞു. ചെറിയ പൈസയും കണ്ട് കൊടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ ആനയുടെ തുമ്പിക്കയിലും കൊമ്പയിലൊക്കെ തൊട്ടു. ഞാൻ പിള്ളേരെ ആ ഭാഗത്തോട്ട് അടുപ്പിച്ചില്ല. ഇച്ചു കൊമ്പെ തൂങ്ങി ആടുന്നുണ്ടായിരുന്നു കിടന്ന്. അവൾക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല ഇച്ചുവിന്. അങ്ങനെ കുറച്ച് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കാവേരി നദിയിൽ പോയി കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ആന തിരിച്ച് നടന്നു വരികയാണ്. എല്ലാ ആനകളെയും വെള്ളത്തിൽ കണ്ട് കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് അവർ തിരിച്ച് കൂട്ടിലോട്ട് കൊണ്ടാക്കുന്നത്.
അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. 5:30 ആയപ്പോഴത്തേനും അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ ആരും അവിടെ നിർത്തത്തില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പുഴയെല്ലാം കടന്ന് ഇവിടെ വന്നു. ചെരുപ്പുകളൊക്കെ നമ്മളവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടു. നമുക്കവിടെ ചെരുപ്പുകൾ അവിടെ സൂക്ഷിക്കുന്നവരുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ട് വരാം, ചെറിയൊരു പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് യാത്രയായി. കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ വരുന്നവർ ഇത് കണ്ടിരിക്കണം. അധിക ദൂരമൊന്നുമില്ല, കുടക് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിൽ നിന്ന് വരാനാണെങ്കിൽ 97 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.